ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഈശോയുടെ നാമത്തിൽ നിനക്ക് നന്മ നേരുകയാണ്. ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് തോന്നാവുന്ന ഒന്നാണ് അസൂയ. അസൂയ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരാളുടെ വളർച്ചയിൽ അല്ലെങ്കിൽ കാണുന്ന നന്മയിൽ മറ്റൊരു വ്യക്തിക്കുണ്ടാകുന്ന സങ്കടം അല്ലെങ്കിൽ വേദന. സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ചായ്വിൽ ഒരു സംഭവം കാണുന്നുണ്ട്. സ്നാപയോഹന്നാൻ മാമോദിസ നൽകുവാനായിട്ട് വന്നു, മാമോദിസയൊക്കെ നൽകി. അതിനുശേഷമാണ് ഈശോ വരിക. ഈശോ സ്നാപയോഹന്നാൻ മാമോദിസ സ്വീകരിച്ച് പോയി. അതിനുശേഷം ഈശോ സ്നാനം തുടങ്ങി. അപ്പോൾ ആളുകൾ പതുക്കെ ഈശോയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ സ്നാപകൻ്റെ ശിഷ്യന്മാർ ഈശോയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, നീ ആരെക്കുറിച്ച് പറഞ്ഞു, നീ ആർക്ക് സ്നാനം കൊടുത്തയോ അവൻ്റെ അടുത്തേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 27-ാമത്തെ വാക്യമാണ്. സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. തൻ്റെ അണികൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, തനിക്ക് നഷ്ടം സംഭവിക്കുമ്പോൾ സ്നാപകയോഹന്നാൻ പറയുകയാണ്, ഇത് സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നതാണ്, അല്ലാതെ ആർക്കൊന്നും സ്വീകരിക്കാൻ സാധിക്കില്ല. എത്ര സുന്ദരമായ ചിന്തയാണെന്ന് നോക്കിയേ. നിനക്ക് ആരെക്കുറിച്ചെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ വിഷമങ്ങൾ വരുന്നുണ്ടെങ്കിൽ, അസൂയ ആകട്ടെ, സങ്കടമാകട്ടെ, അല്ലെങ്കിൽ റിവഞ്ച് ആകട്ടെ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നീ ഒന്ന് ചോദിച്ചു, അവരെ നന്മ കണ്ടിട്ടൊന്ന് പറഞ്ഞേ, ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടി ഒന്ന് പറഞ്ഞേ, ഇത് ദൈവം കൊടുത്തേക്കണ ഒരു അഭിഷേകം, ഇത് ദൈവത്തിൻ്റെ കൃപയാണ്. മനസ്സ് എത്ര പെട്ടെന്ന് ശാന്തമാവുമെന്നറിയാവോ? പ്രിയ സഹോദര സഹോദരി, ഈ ശാന്തത അനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ ദിവസത്തെ ഓർത്ത് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈശോയെ, ജീവിതത്തിൽ ഒരിക്കലും അസൂയ തോന്നാതെ, വെറുപ്പ് തോന്നാതെ, റിവഞ്ച് ഉണ്ടാകാതെ ഈ വ്യക്തിയെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരുടെയെങ്കിലുമൊക്കെ നന്മകൾ കാണുമ്പോൾ, ഉയർച്ചകൾ കാണുമ്പോൾ അത് സ്വർഗം നൽകിയതാണെന്ന് മനസ്സിലാക്കാനുള്ള കൃപ നൽകണമേ. ഇന്നത്തെ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗ കവാടങ്ങൾ തുറന്നുകൊണ്ട് ഈ വ്യക്തിയുടെ എല്ലാ പ്രാർത്ഥനകൾക്കും നീ ഉത്തരം നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീന്റെ സർവ്വം എല്ലാറ്റിനും, നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവ്വം എല്ലാറ്റിനും, നീ എൻ്റെ സർവ്വം.